വളരെ ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പനീർ ബട്ടർ മസാലയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഈ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. അതായത് തക്കാളി ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്, 5-6 വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, അതിൻ്റെ കൂടെ തന്നെ മല്ലിയിലയുടെ തണ്ട് അതൊരു 5-6 എണ്ണം കൂടി ഇട്ട് കൊടുക്കാം. എരിവിനാവശ്യമായിട്ടുള്ള റെഡ് ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കൊറിയൻഡർ പൗഡർ, 1/2 സ്പൂണ് ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുതിർത്തി വെച്ച കാഷ്യൂ നട്ട് ഒരു 5-6 എണ്ണം ഇട്ട് കൊടുക്കാം. ഇത് വെള്ളമില്ലാതെ തന്നെ ഒരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് വരാം. ഞാനിവിടെ അരച്ചിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ടുള്ള പനീർ ഇതിലിട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റ് ചെയ്ത് വരട്ടെ. ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ 2 ഏലക്കായ്, ഒരു കുഞ്ഞു കഷ്ണം പട്ട, പിന്നെ ബേ ലീഫ്, കൂടെ തന്നെ ഒരു 3 വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും ഒരു 2 പച്ചമുളക് പൊടിയായി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പൊടിയായി അരിഞ്ഞിരിക്കുന്ന ഒരു സവോള അതും കൂടി ഇട്ട് കൊടുക്കാം. 1-2 അത് നിങ്ങളുടെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കളറിനായി കുറച്ച് കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ പോകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത് വേകാനുള്ള ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ എണ്ണയെല്ലാം ഇങ്ങനെ മേലോട്ട് പൊന്തി വരും. ആ സമയം വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് നോക്കി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ കുറച്ച് കമ്മിയാണ്, അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ മസാലയ്ക്ക് എപ്പോഴും ഒരു ചെറിയൊരു മധുരം ഉണ്ടാകും. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. സമയമാകുമ്പോഴേക്കും നമ്മളുടെ ഇതിലത്തെ എണ്ണയൊക്കെ ഒന്ന് മുകളിലോട്ട് വന്ന് കിനിഞ്ഞ് നിൽക്കുന്നത് കാണാം. ഇനി നമുക്കിതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായി ഒന്ന് തിളക്കട്ടെ. ഏകദേശം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിയായി അരിഞ്ഞ മല്ലിയില ഇട്ട് കൊടുക്കാം. ഓൾമോസ്റ്റ് ഈ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പനീർ ബട്ടർ മസാലയാണ് ഇത്. പനീർ ബട്ടർ മസാല നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അതിന് മുന്നോടിയായിട്ട് നമുക്കിതിലേക്ക് മല്ലിയില ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു ട്രിക്കും കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലയെന്ന് വെച്ചാൽ
അതിന് പകരമായിട്ട് നമ്മുടെ കാഷ്യൂ നട്ട് ഇല്ലേ, അത് വെള്ളത്തിൽ നന്നായി കുതിർത്തി നല്ല പേസ്റ്റ് പോലെ അരച്ചത് ഇതുപോലെ ഇട്ട് കൊടുത്താലും മതിയാവും. ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ നമുക്ക് സമയം ലാഭിക്കാം. ഇത് ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. ശരി, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. നിങ്ങൾക്ക് വല്ല സജഷൻസും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്.